ഭഗവത എന്ന നാമം ഭഗവാനുമായും ഭക്തന്മാരുമായും ദൈവവും ദൈവീകതയുമുള്ളവരും ബന്ധപ്പെട്ട അനുഭവങ്ങളടങ്ങിയ എല്ലാ വിവരണങ്ങൾക്കും അനുയോജ്യമാണ്. ദൈവം അനേകം രൂപങ്ങൾ കൈക്കൊള്ളുകയും പലവിധ ലീലകളാടുകയും ചെയ്യുന്നു. ആ രൂപങ്ങളിൽ അവിടുത്തെ സാക്ഷാത്കരിക്കുകയും അവിടുത്തെ കൃപയാൽ അനുഗ്രഹീതരാവുകയും അവിടുത്തെ നിമിത്തങ്ങളായി തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തവരുടെ അനുഭവങ്ങളുടെ വിവരണങ്ങൾക്കാണ് ഭാഗവതം എന്ന പേര് നൽകിയിരിക്കുന്നത്. ആ പേരിൽ അറിയപ്പെടുന്ന ഈ മഹത്തായ ഗ്രന്ഥം വേദപാരംഗതന്മാരായ എല്ലാ ആചാര്യന്മാരാലും ആദരിക്കപ്പെടുന്നു. ശാരീരികവും മാനസികവും ആത്മീയവുമായ എല്ലാ രോഗങ്ങളെയും ശമിപ്പിക്കുന്ന ഒരു സർവ്വരോഗസംഹാരി ദിവ്യൌഷധമാണിത്. ഭാഗവതം അമൃതസമാനമായ മധുരത്താൽ പൂരിതവും ദൈവീക ശോഭയാൽ ശോഭിക്കുന്നതുമാണ്. ദൈവം ഭൂമിയിൽ അവതരിക്കുന്ന തത്വം, അവതാരം, ജീവജാലങ്ങളുടെ ഉദ്ധാരണത്തിനായി അരുവിയായ ഭഗവാൻ രൂപത്തോടുകൂടി അവതരിക്കുന്നത് ഈ അടിസ്ഥാനപരമായ വസ്തുതയാണ് ഭാഗവതത്തിന് ആധികാരികത നൽകുന്നത്. ഭഗവാനോട് അനുരാഗമുള്ളവരെയും ദൈവസാമീപ്യം കൊതിക്കുന്നവരെയുമാണ് ഭാഗവതർ എന്നതുകൊണ്ട് നാം ഉദ്ദേശിക്കുന്നത്. അങ്ങനെയുള്ളവർക്ക് ഭാഗവതമെന്ന ഈ ഗ്രന്ഥം വളരെ പ്രിയപ്പെട്ടതാണ്. അത് അവരുടെ ജീവവായുവാണ്. ഇത്തരം ഭഗവത് ഭക്തരുടെ ഇടയിൽ കഴിയുന്നത് ഒരാളിൽ ഭക്തി വളർത്താൻ സഹായിക്കും. ദൈവീക ചിന്തകളോട് താൽപ്പര്യം തോന്നാത്ത പക്ഷം അതിൽ നിന്ന് ആനന്ദം കണ്ടെത്താൻ സാധിക്കില്ല. ആ താൽപ്പര്യം സൃഷ്ടിക്കുന്നതിനായി സത്യസന്ധമായി അന്വേഷണം നടത്തുന്നവർക്കായി ഭാഗവതം അവതാരങ്ങളുമായി ബന്ധപ്പെട്ട കഥകൾ പറഞ്ഞുതരുന്നു. അതിലൂടെ ബോധത്തിന്റെ എല്ലാ തലങ്ങളിലും ഭഗവത് സാന്നിധ്യത്തിന്റെ അനുഭൂതി നേടാനുള്ള തീവ്രമായ ആഗ്രഹം ഒരാളിൽ വികസിക്കുന്നു. ഈ തീവ്രമായ ആഗ്രഹമുള്ളവന് മാത്രമേ ഒരു യഥാർത്ഥ ഭാഗവതനാകാൻ സാധിക്കൂ. ഭക്തരുടെ ആഗ്രഹം നിവേറ്റാനാണ് ഭഗവാൻ അവതരിക്കുന്നത്. ദുഷ്ടശിക്ഷണത്തിനും ശിഷ്ടരക്ഷണത്തിനും വേണ്ടി മാത്രമാണ് ദൈവത്തിന്റെ അവതാരങ്ങൾ സംഭവിക്കുന്നതെന്ന് ആളുകൾ വിശ്വസിക്കുന്നു. എന്നാൽ അത് ഈ ദൗത്യത്തിന്റെ ഒരു വശം മാത്രമാണ്. നാളുകളായി പ്രയത്നിക്കുന്ന സാധകർക്ക് ശാന്തിയും ആനന്ദവും കൃതാർത്ഥതയും പ്രദാനം ചെയ്യുക എന്നതും ഈ ദൗത്യത്തിന്റെ ഭാഗമാണ്. ഭാഗവതവാഹിനി അധ്യായം 1 ഭാഗവതം അവതാരം അല്ലെങ്കിൽ ഭഗവാന്റെ രൂപത്തിലുള്ള സങ്കല്പം സാധകരുടെ ആഗ്രഹത്തിന്റെ മൂർത്തീഭാവം മാത്രമാണ്. ഈശ്വരീയരായ സാധകരുടെ ഭക്തിയുടെ സാന്ദ്രീകൃതമായ മധുരമാണത്. ഈ സാധകർക്കും അന്വേഷകർക്കും വേണ്ടിയാണ് നിരാകാരനായ ഭഗവാൻ രൂപം കൈക്കൊള്ളുന്നത്. അവരാണിതിന്റെ പ്രധാന കാരണം. പശുപാലിന് ചുരത്തുന്നത് തൈക്കാവിന്റെ കാളക്കുട്ടിയുടെ പശുക്കുട്ടിയുടെ പോഷണത്തിനാണ്. അതിൽ നിന്നുള്ള പ്രധാന ഗുണഭോക്താവ് ആ കുട്ടിയാണ്. എന്നാൽ നമ്മൾ കാണുന്നതുപോലെ മറ്റുള്ളവരും ആ പാലുകൊണ്ട് പ്രയോജനം നേടുന്നു. അതുപോലെ ഭക്തരാണ് പ്രധാന കാരണവും അവരുടെ സന്തോഷവും നിലനിൽപ്പുമാണ് പ്രധാന ലക്ഷ്യവുമെങ്കിലും ധർമ്മപരിപാലനം, തിന്മകളെ അടിച്ചമർത്തൽ, ദുഷ്ടനിഗ്രഹം എന്നിവ പോലുള്ള മറ്റനുബന്ധ പ്രയോജനങ്ങളും ഇതിലൂടെ ഉണ്ടാകുന്നു. അവതാരങ്ങൾ ഭൂമിയിലും മനുഷ്യരൂപത്തിലും മാത്രമേ ഉണ്ടാകാവൂ എന്ന് യാതൊരു നിർബന്ധവുമില്ല. പൂർണ്ണ സ്വതന്ത്രനായ ഭഗവാന് ഏത് സ്ഥലവും ഏത് രൂപവും തിരഞ്ഞെടുക്കാം. ഭക്തന്റെ ആഗ്രഹം പൂർത്തീകരിക്കുക എന്ന ലക്ഷ്യത്തെ ഏത് സ്ഥലമാണോ ഏത് രൂപമാണോ സഹായിക്കുന്നത് ആ സ്ഥലവും രൂപവും ഭഗവാന്റെ ഇച്ഛയാൽ തിരഞ്ഞെടുക്കപ്പെടുന്നു. ഭഗവാൻ സ്ഥലകാല പരിധികൾക്കപ്പുറത്താണ്. അവിടുന്ന് എല്ലാ ഗുണങ്ങൾക്കും വിശേഷണങ്ങൾക്കും അതീതനാണ്. ഒരു വിശേഷണ പട്ടികയ്ക്കും അവിടുത്തെ പൂർണ്ണമായി വിവരിക്കാൻ കഴിയില്ല. അവിടത്തേക്ക് എല്ലാ ജീവികളും സമന്മാരാണ്. മനുഷ്യൻ, മൃഗം, പക്ഷി, പുഴു, പ്രാണി, എന്തിനേറെ ഒരു ദേവൻ എന്നിവർ തമ്മിലുള്ള വ്യത്യാസം ഉപാധിയുടെ, ശരീരമെന്ന പാത്രത്തിന്റെ വ്യത്യാസം മാത്രമാണ്. വ്യത്യസ്ത ഉപകരണങ്ങളിലൂടെ ഒഴുകുകയും പലതരം പ്രവർത്തനങ്ങളായി സ്വയം വെളിപ്പെടുകയും ചെയ്യുന്ന വൈദ്യുത പ്രവാഹം പോലെയാണ് ഭഗവാൻ. വൈദ്യുതിയിൽ യാതൊരു വിവേചനവുമില്ല, അതൊന്നുതന്നെയാണ്. അത് വ്യത്യസ്തമാണെന്ന് പറയുന്നത് ഒരാളുടെ അജ്ഞാനത്തെയാണ് വെളിപ്പെടുത്തുന്നത്. അതുപോലെ ഒരേയൊരു ഭഗവാൻ ഓരോ പാത്രത്തെയും ശരീരത്തെയും ഉത്തേജിപ്പിക്കുകയും വിവിധ ഫലങ്ങൾക്ക് കാരണമാകുകയും ചെയ്യുന്നു. ജ്ഞാനികൾ ആ ഒരേയൊരു ഏകീകൃത പ്രവാഹത്തെ മാത്രം കാണുന്നു. അജ്ഞാനികൾ അവയെല്ലാം വ്യത്യസ്തമാണെന്ന് കരുതുന്നു. പ്രവർത്തനങ്ങളുടെ അടിസ്ഥാന പ്രേരണയായ ഏകത്വബോധത്തെയാണ് ഭഗവാൻ അംഗീകരിക്കുന്നത്, അഭിനന്ദിക്കുന്നത്. വൈവിധ്യമില്ലാത്ത ഒരേതരം പ്രവർത്തനങ്ങളെ അവിടുന്ന് പ്രോത്സാഹിപ്പിക്കുന്നില്ല. അത് വിവിധ ആവശ്യങ്ങൾക്ക് അനുയോജ്യമായ രീതിയിലുള്ളതാണ്. കർമ്മഫലങ്ങൾ ശരീരവുമായി സ്വയം താതാത്മ്യം പ്രാപിക്കുന്നവരെ മാത്രമേ ആകർഷിക്കൂ, മറിച്ച് തങ്ങൾ നാശമില്ലാത്ത ആത്മാവാണെന്നറിയുന്നവരെ അത് ആകർഷിക്കില്ല. വീണ്ടും ഭഗവാൻ കൈക്കൊള്ളുന്ന അവതാരങ്ങൾക്ക് അവസാനമില്ലെന്ന് നിങ്ങളറിയണം. അവിടുന്ന് എണ്ണമറ്റ സന്ദർഭങ്ങളിൽ അവതരിച്ചിട്ടുണ്ട്. ചിലപ്പോൾ അവിടുന്ന് വരുന്നു അവിടുത്തെ മഹിമയുടെ ഒരു ഭാഗമായി, ചിലപ്പോൾ പൂർണ്ണമായ തേജസ്സോടെ, ചിലപ്പോൾ ഒരു പ്രത്യേക ദൗത്യത്തിനായി, ചിലപ്പോൾ ഒരു യുഗത്തെ മുഴുവൻ, വിസ്തൃതമായ ഭൂപ്രദേശത്തെ മുഴുവൻ രൂപാന്തരപ്പെടുത്തുന്നതിനായി അവിടുന്ന് അവതരിക്കുന്നു. ഇതിൽ അവസാനത്തേതിന്റെ കഥയാണ് ഭാഗവതം വിശദീകരിക്കുന്നത്. അവതാരവും അവിടുത്തെ അടുത്തേക്ക് ആകർഷിക്കപ്പെടുന്ന ഭക്തരും ചേർന്ന് ആടിയ പ്രൊസ്പെക്റ്റീവ് നാടകമാണ് ഭാഗവതത്തിലെ പ്രതിപാദ്യ വിഷയം. ഇത് ശ്രവിക്കുന്നത് ഈശ്വരസാക്ഷാത്കാരത്തെ പ്രോത്സാഹിപ്പിക്കുന്നു.
നിരവധി ഋഷിമാർ ഇതിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് സാക്ഷ്യപ്പെടുത്തുകയും ഭാവിതലമുറയ്ക്കായി സംരക്ഷിക്കാൻ സഹായിച്ച ഭാഗവതത്തെ വാഴ്ത്തുകയും ചെയ്തിട്ടുണ്ട്. ദൈവത്തിലേക്കും ദൈവീകമായ പരിശീലനങ്ങളിലേക്കും സ്വയം പാകപ്പെടുക. പൊതുവെ ആളുകൾ ഇന്ദ്രിയ വിഷയങ്ങളിലേക്ക് ആകർഷിക്കപ്പെടുന്നു, കാരണം അവർ സഹജവാസനകളുടെ ഇരകളാണ്. സഹജവാസനകൾ എളുപ്പത്തിൽ ഇന്ദ്രിയ വിഷയങ്ങളെ തേടിപ്പോകുന്നു. അവ ശരീരത്തോടൊപ്പം ഉണ്ടാകുന്നതാണ്, യാതൊരു പരിശീലനത്തിലൂടെയും ലഭിക്കുന്നതല്ല. ശിശു അമ്മയുടെ മുലപ്പാൽ തേടുന്നു. നവജാത ശിശുവായ കാളക്കുട്ടി പശുവിന്റെ അടിയുദരത്തിൽ അഭയം പ്രാപിക്കുന്നു. ഇതിനൊന്നും ഒരു പരിശീലനവും ആവശ്യമില്ല. എന്നിരുന്നാലും കുട്ടിക്ക് നടക്കാനും സംസാരിക്കാനും ചില പരിശീലനങ്ങൾ ആവശ്യമാണ്, കാരണം ഈ പ്രവൃത്തികൾ സ്വയം സംഭവിക്കുന്നതല്ല, മറിച്ച് മറ്റുള്ളവരുടെ ഉദാഹരണങ്ങളും അനുകരണങ്ങളും വഴി സമൂഹം നൽകുന്ന പ്രേരണയാൽ ഉണ്ടാകുന്നതാണ്. ഇന്ദ്രിയസുഖങ്ങളുടെ ശരിയായ ആസ്വാദനത്തിനു പോലും പരിശീലനം അത്യന്താപേക്ഷിതമാണ്, കാരണം ഇന്ദ്രിയസുഖങ്ങൾക്കായുള്ള അനിയന്ത്രിതമായ തിരച്ചിലാണ് കോപം, വിദ്വേഷം, അസൂയ, വിദ്വേഷബുദ്ധി, അഹങ്കാരം എന്നിവയെ വളർത്തുന്നത്. ഇന്ദ്രിയങ്ങളെ നല്ല രീതിയിൽ പരിശീലിപ്പിക്കുന്നതിനും അവയെ നിയന്ത്രണത്തിലാക്കുന്നതിനും നാമജപം, ധ്യാനം, ഉപവാസം, സന്ധ്യാവന്ദനം തുടങ്ങിയ ചില നല്ല നിഷ്ഠകൾ അത്യാവശ്യമാണ്. എന്നാൽ അവയുടെ മൂല്യം എത്രത്തോളം പ്രശംസിക്കപ്പെട്ടാലും അവയുടെ പരിശീലനം ശുപാർശ ചെയ്യപ്പെട്ടാലും ആളുകൾക്ക് അവയിൽ അഭിരുചി വികസിക്കുന്നില്ല. ഇന്ദ്രിയസുഖത്തിനായുള്ള ആഗ്രഹം മനുഷ്യഹൃദയത്തിൽ ആഴത്തിൽ വേരൂന്നിയതാണ് ഇതിന് കാരണം. ആത്മീയമായി ഗുണം ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യാൻ ആവശ്യപ്പെടുമ്പോൾ ഉള്ളിൽ നിന്ന് ഒരു പ്രേരണയും ഉണ്ടാകുന്നില്ല. എങ്കിലും നിരാശപ്പെട്ട് ഉപേക്ഷിക്കരുത്. ആഗ്രഹം അഥവാ രുചി മുളപൊട്ടുന്നതുവരെ ഈ നിഷ്ഠകൾ കർശനമായി പാലിക്കേണ്ടതുണ്ട്. ഈ രുചി പരിശീലനത്തിന്റെ ഫലമാണ്. തുടക്കത്തിൽ തന്നെ ആർക്കും ഇതുണ്ടാകുന്നില്ല, എന്നാൽ നിരന്തരമായ പരിശീലനം അതിൽ ആവേശം സൃഷ്ടിക്കും. കുഞ്ഞിന് പാലിന്റെ രുചി അറിയില്ല. ദിവസവും കുടിക്കുന്നതിലൂടെ അത് പാലിനോട് ആഴത്തിലുള്ള ഒരു ആസക്തി വളർത്തിയെടുക്കുന്നു. ആ ബന്ധം എത്രത്തോളം ശക്തമാണെന്ന് വെച്ചാൽ പാൽ ഉപേക്ഷിച്ച് ചോറ് കൊടുക്കേണ്ടി വരുമ്പോൾ പകരമായി നൽകുമ്പോൾ അത് എതിർക്കാൻ തുടങ്ങുന്നു. എന്നാൽ അമ്മ നിരാശപ്പെടുന്നില്ല. ദിവസവും കുറഞ്ഞ അളവിൽ വേവിച്ച ചോറ് കഴിക്കാൻ അവൾ കുട്ടിയെ പ്രേരിപ്പിക്കുന്നു. ഈ പ്രക്രിയയിലൂടെ കുട്ടിക്ക് ചോറ് ഇഷ്ടപ്പെടാൻ തുടങ്ങുകയും പാൽ ഉപേക്ഷിക്കുകയും ചെയ്യുന്നു. ഒരിക്കൽ പാൽ അതിന്റെ സ്വാഭാവിക ഭക്ഷണമായിരുന്നു, എന്നാൽ ശീലം കൊണ്ട് ചോറ് അതിന്റെ സ്വാഭാവിക ഭക്ഷണമായി മാറുന്നു. അത് എത്രത്തോളം സ്വാഭാവികമാകുന്നുവെന്നാൽ ഒരു ദിവസം ചോറ് ലഭിച്ചില്ലെങ്കിൽ കുട്ടി ദുഃഖിതനായിത്തീരുന്നു. അതുപോലെ തന്നെ ഇന്ദ്രിയസുഖങ്ങൾ തുടക്കത്തിൽ സ്വാഭാവികം എന്ന് തോന്നുമെങ്കിലും പരിശീലനം, ശിക്ഷണം, ജ്ഞാനികളുടെ ഉപദേശങ്ങൾ ശ്രവിക്കൽ എന്നിവയിലൂടെ ഭഗവാന്റെ മഹിമകളിൽ നിന്നും അവയുടെ സ്മരണയിൽ നിന്നും ലഭിക്കുന്ന മഹത്തരവും ശാശ്വതവുമായ ആനന്ദം പതുക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്നു. അതിനുശേഷം ആ അന്തരീക്ഷമില്ലാതെ ഒരാൾക്ക് ഒരു നിമിഷം പോലും ജീവിക്കാൻ കഴിയില്ല. ഭഗവാന്റെ മഹിമകൾ ശ്രവിക്കുന്ന അനുഭവത്തോളം മധുരമുള്ളതായി മറ്റൊന്നുമില്ലെന്ന് അയാൾക്ക് തോന്നുന്നു. ഇന്ദ്രിയങ്ങളെക്കുറിച്ചും ഇന്ദ്രിയ വിഷയങ്ങളെക്കുറിച്ചും സംസാരിക്കുന്ന ലൗകികരുടെ സഹവാസം പിന്നെ ആകർഷിക്കുകയില്ല. ഭഗവാനെ വാഴ്ത്തുന്നതിൽ ആനന്ദിക്കുന്നവരുടെ കൂട്ടുകെട്ട് അയാളെ ആകർഷിക്കുകയും ചേർത്തുപിടിക്കുകയും ചെയ്യും. ഈശ്വരനെ വാഴ്ത്തി ആനന്ദിക്കുന്നതാണ് നല്ലവരുടെ യഥാർത്ഥ ലക്ഷണം. ആത്മീയ സാധകരെയും ഭഗവത്ഭക്തരെയും വിലയിരുത്തേണ്ടതിതാണ്, അല്ലാതെ ബാഹ്യമായ വസ്ത്രധാരണം കൊണ്ടോ രൂപം കൊണ്ടോ അല്ല. ഇന്ദ്രിയസുഖങ്ങളെക്കുറിച്ചുള്ള സംസാരങ്ങളിലും പ്രവർത്തനങ്ങളിലും മുഴുകുന്ന ആളുകളുമായി ഇടപഴകുന്നത് ഒരാളെ വഴിതെറ്റിക്കുന്നു. പകരം ഭക്തരുടെ കൂട്ടുകെട്ടിൽ സമയം ചെലവഴിക്കുകയും ഈശ്വരീയ കാര്യങ്ങളിൽ വ്യാപൃതരാവുകയും ചെയ്യുക. ഭക്തിയില്ലാത്തവരുടെ സഹവാസം ഒഴിവാക്കുക. അവരുടെ പ്രവർത്തനങ്ങൾ കാണുകയോ അവരുടെ വിശേഷങ്ങൾ കേൾക്കുകയോ ചെയ്യരുത്. ഇവ ഒഴിവാക്കുന്നവരെ മാത്രമേ ഭാഗവതർ അഥവാ ദൈവത്തിന്റെ സ്വന്തം എന്ന് വിളിക്കാൻ കഴിയൂ. ദൈവമഹിമകളുടെ വിവരണങ്ങൾ ശ്രവിച്ച് നിങ്ങളുടെ ഹൃദയം ശുദ്ധീകരിക്കുക. ഏതെങ്കിലും പുണ്യസ്ഥലത്തോ ക്ഷേത്രത്തിലോ പ്രാർത്ഥനാ മണ്ഡപത്തിലോ സന്യാസിമാരുടെയോ ഋഷിമാരുടെയോ ആശ്രമത്തിലോ സജ്ജനങ്ങളുടെ കൂട്ടായ്മയിലോ ഇരുന്ന് കൃഷ്ണന്റെ മഹിമകളുടെ കഥകൾ വായിക്കുന്നതും ആസ്വദിക്കുന്നതും വലിയ പ്രചോദനത്തിന്റെയും ആനന്ദത്തിന്റെയും സ്രോതസ്സാണ്. അത് മനുഷ്യരെ മറ്റെല്ലാം മറക്കാനിടയാക്കുന്നു. അല്ലെങ്കിൽ ഭക്തരായ മനുഷ്യരെ സമീപിക്കാനും അവരെ സേവിക്കാനും ദൈവമഹിമകളെക്കുറിച്ചുള്ള അവരുടെ വിവരണങ്ങൾ ശ്രദ്ധിക്കാനും സാധിക്കും. ഇത്തരം ഉത്തമമായ സാഹിത്യങ്ങളോടുള്ള താൽപ്പര്യം മുൻകാലങ്ങളിൽ ചെയ്ത പുണ്യത്തിന്റെയും പരിശ്രമത്തിന്റെയും ഫലമാണ്. ഈ പുണ്യം ഒരാൾക്ക് ഇത്തരമൊരു നല്ല സഹവാസം സമ്മാനിക്കുന്നു. തുടക്കത്തിൽ കേൾക്കുന്നത് മാത്രം മതിയാകും. പിന്നീട് ഈ കഥകൾ ദൈവത്തിന്റെ സ്വഭാവത്തിലും സ്വരൂപത്തിലും താൽപ്പര്യമുണർത്തും. ദൈവത്തിന്റെ സ്വഭാവസവിശേഷതകൾ മനസ്സിലാക്കുന്നതിലൂടെ സാക്ഷാത്കാരത്തിലേക്കുള്ള വഴി സാധകൻ സ്വയം അന്വേഷിച്ചറിയും. സ്വയം വായിക്കുന്നതിനേക്കാൾ വളരെ നല്ലതാണ് ജ്ഞാനികളുടെ പ്രഭാഷണങ്ങൾ ശ്രദ്ധിക്കുന്നത്. വായനയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും അതോടൊപ്പം പ്രഭാഷണം കേൾക്കുകയും ചെയ്യാം. തനിയെ കേൾക്കുന്നതിനേക്കാൾ മറ്റുള്ളവരോടൊപ്പം കേൾക്കുന്നതാണ് കൂടുതൽ ഉചിതം. ആത്മാർത്ഥതയുള്ള സാധകരുടെ കൂട്ടത്തിലിരുന്ന് കേൾക്കുന്നത് ഏറ്റവും ഉത്തമവുമാണ്. പ്രഭാഷണം നടത്തുന്ന വ്യക്തിക്ക് യഥാർത്ഥ അനുഭൂതിയുടെ അനുഭവമുണ്ടെങ്കിൽ അത് ഏറ്റവും വലിയ ഭാഗ്യമാണ്. അത് ഏറ്റവും മികച്ച ഫലം നൽകുന്നു.
കാരണം ഭഗവാന്റെ മഹിമയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ തന്നെ അവരുടെ മുഖം ആനന്ദത്താൽ വിരിയുകയും കണ്ണുകളിൽ നിന്ന് ആനന്ദക്കണ്ണീർ പൊഴിയുകയും ചെയ്യും. അങ്ങനെയുള്ള ഒരാളെ ശ്രവിക്കുന്നവർ ആ പ്രചോദനം ഉൾക്കൊള്ളുകയും ആ ആനന്ദം സ്വയം അനുഭവിക്കുകയും ചെയ്യും. കരയുന്നവരുടെ കൂട്ടത്തിൽ നിൽക്കുമ്പോൾ അവിടെ എത്തുന്നവരുടെ കണ്ണുകളിൽ നിന്നും അറിയാതെ കണ്ണീർ പൊടിയും. ഒരു കുഞ്ഞ് പുഞ്ചിരിക്കുമ്പോൾ എല്ലാവരും ഒരുപോലെ പുഞ്ചിരിക്കുന്നതുപോലെ ദൈവഭക്തിയിൽ ലയിച്ചു ചേർന്നവരുടെ വാക്കുകൾ അത് കേൾക്കുന്നവരുടെ ഹൃദയങ്ങളെയും ഭക്തിനിർഭരമാക്കും. മഹാന്മാരുടെ കൂടെയായിരിക്കുമ്പോൾ ഒരാൾക്ക് ലഭിക്കുന്ന പ്രയോജനം അളന്നു തിട്ടപ്പെടുത്താൻ കഴിയില്ല. കേൾവിയുടെ ആ പ്രക്രിയയിലൂടെ അഴുക്കുനിറഞ്ഞ ഒരു ഹൃദയം യഥാർത്ഥ വെളിച്ചത്താൽ തിളങ്ങുന്ന പരിശുദ്ധവും പ്രകാശപൂർണവുമായ ഒന്നായി മാറും. ഇന്ദ്രിയസുഖങ്ങൾ തേടിയുള്ള ദുർഗന്ധം വമിക്കുന്ന യാത്രകൾക്ക് ദൈവമഹിമകൾ കേൾക്കാനുള്ള ആഗ്രഹം വിലമതിക്കാനാവാത്തൊരു രോഗാണുനാശിനിയാണ്. ഒപ്പമത് സ്വയം സുഗന്ധം നിറഞ്ഞതുമാണ്. സത്പ്രവർത്തികൾ ചെയ്യാനുള്ള പ്രചോദനം നൽകിക്കൊണ്ട് ഈ ശ്രവണം ഹൃദയത്തെ ശുദ്ധീകരിക്കും. അങ്ങനെ ശുദ്ധീകരിക്കപ്പെട്ട ഹൃദയമാണ് ഏറ്റവും അനുയോജ്യമായ പൂജാപീഠം. സുഗന്ധപൂരിതമായ ആ മണ്ഡപത്തിൽ ഭഗവാൻ സ്വയം കുടിയിരിക്കും. ആ നിമിഷത്തിൽ തന്നെ മറ്റൊരു സംഭവവും നടക്കും. അവിടെ താവളമടിച്ചിരുന്ന 6 തിന്മകളുടെ ഷഡ്വൈരികൾ കൂട്ടം യാത്രാമൊഴി പോലും പറയാതെ അവിടെ നിന്നും പടുതികെട്ടിപ്പോകും. ഈ തിന്മകൾ വിട്ടൊഴിയുമ്പോൾ അവയെ ആശ്രയിച്ചു കഴിയുന്ന ദുഷ്പ്രവണതകളുടെയും തരംതാണ മനോഭാവങ്ങളുടെയും ദുഷ്ടവൃന്ദങ്ങൾ തങ്ങളുടെ വിലാസം പോലും ശേഷിപ്പിക്കാതെ അവിടെ നിന്നും അപ്രത്യക്ഷമാകും. അപ്പോൾ മനുഷ്യൻ സത്യത്തിന്റെയും സ്നേഹത്തിന്റെയും സത്യവും പ്രേമവും തന്റെ സഹജമായ പ്രഭയിൽ ശോഭിക്കും. തടസ്സങ്ങളില്ലാതെ സ്വയം അറിയാൻ അവൻ പരിശ്രമിക്കുകയും ഒടുവിൽ നിത്യവും സാർവത്രികവുമായ ദൈവികതയിൽ ലയിച്ചു ചേരുന്നതിൽ അവൻ വിജയിക്കുകയും ചെയ്യും. അവൻ അജ്ഞതയുടെ മായ വലക്കണ്ണികളിൽ നിന്ന് സ്വയം മോചിതനാകും. ഭാഗവതവാഹിനി അധ്യായം 1 ഭാഗവതം. അവന്റെ മനസ്സിലയിച്ചുപോകും. ഒളിച്ചുവെക്കപ്പെട്ടിരുന്ന ആ വലിയ രഹസ്യം അവനു മുന്നിൽ വെളിപ്പെടും. അവൻ തന്റെ ദിവ്യത്വം തിരിച്ചറിയുകയും ചെയ്യും. സ്നേഹം മാത്രം നിങ്ങളുടെ ഹൃദയത്തിൽ നിറയട്ടെ. മനുഷ്യന്റെ സ്വാഭാവിക പ്രകൃതം സ്നേഹമാണ്, പ്രേമം. സ്നേഹം നഷ്ടപ്പെട്ടാൽ മനുഷ്യന് ഒരു നിമിഷം പോലും ജീവിക്കാൻ കഴിയില്ല. സ്നേഹം അവന്റെ ജീവന്റെ ശ്വാസം തന്നെയാണ്. ഇത്രയും കാലം അവൻ ആസക്തനായിരുന്ന 6 ദുർഗുണങ്ങളും അപ്രത്യക്ഷമാകുമ്പോൾ സ്നേഹം മാത്രമായിരിക്കും ഹൃദയത്തിലെ ഏക അധിവാസി. പക്ഷേ സ്നേഹത്തിന് ഒരു ലക്ഷ്യം, അതായത് സ്നേഹിക്കാൻ ഒരാളെ ആവശ്യമാണ്. അതിന് തകർച്ചയില്ലാതെ തനിമയിൽ നിലനിൽക്കാൻ കഴിയില്ല. അതിനാൽ ആ സ്നേഹം പരിശുദ്ധിയുടെ പൂർണ്ണരൂപവും സേവനത്തിന്റെയും ത്യാഗത്തിന്റെയും നിസ്വാർത്ഥതയുടെയും മൂർത്തിമദ്ഭാവവുമായ ആ ശുദ്ധീകരിച്ച അൾത്താരയിൽ കുടികൊള്ളുന്ന കറുപ്പും നീലയും കലർന്ന ആ ദിവ്യബാലനിലേക്ക്, ആ ആകർഷകനായ ഗോപാലനിലേക്ക് തിരിക്കപ്പെടുന്നു. മറ്റേതെങ്കിലും തരത്തിലുള്ള അറ്റാച്ച്മെന്റുകൾക്ക്, പറ്റിച്ചേരലുകൾക്ക് അവിടെ വളരാൻ ഇനി ഇടമില്ല. അങ്ങനെ പടിപടിയായി മാധവനോടുള്ള ദൈവം കൃഷ്ണൻ ഈ സ്നേഹം കൂടുതൽ ആഴമേറിയതും പരിശുദ്ധവും ആത്മത്യാഗപരവുമായിത്തീരുന്നു. ഒടുവിൽ മറ്റ് ചിന്തകളുടെയൊന്നും ആവശ്യമില്ലാത്ത വിധം വ്യക്തി സാർവത്രികമായ പരമാത്മാവിൽ ദൈവീകതയിൽ ലയിച്ചു ചേരുന്നു. വാസുദേവൻ കൃഷ്ണൻ ഒരാളുടെ ഹൃദയത്തിൽ പ്രവേശിക്കുമ്പോൾ വാസുദേവന് ധനത്തിന്റെ ദൈവത്തിന് അവിടെ ഇനി സ്ഥാനമുണ്ടാകില്ല. മറിച്ച് ധനത്തിന്റെ വാസുദൈവം ദേവൻ ഹൃദയത്തിൽ ഉപവിഷ്ടനാകുമ്പോൾ ദിവ്യനായ വാസുദേവന് അവിടെ വസിക്കാൻ കഴിയില്ല. രണ്ടിനെയും ഹൃദയത്തിൽ ഒരുമിച്ച് ഉൾക്കൊള്ളാനുള്ള ശ്രമം പരാജയപ്പെടാൻ ബാധ്യമാണ്. ഇരുട്ടും വെളിച്ചവും ഒരേ സമയത്തും ഒരേ സ്ഥലത്തും നിലനിൽക്കില്ല. അവയ്ക്ക് ഒരുമിച്ച് തുടരാൻ കഴിയില്ല. ധനവും ദൈവീകതയും ധനവും ദൈവവും ഒരുമിച്ചുള്ള ലക്ഷ്യങ്ങളാകാൻ കഴിയില്ല. സമ്പത്ത് ആഗ്രഹിക്കുമ്പോൾ ദൈവത്തെ നേടാനാവില്ല. രണ്ടും ആഗ്രഹിച്ചാൽ മനുഷ്യൻ സമ്പത്തോ ദൈവീകതയോ അല്ല നേടുന്നത്, മറിച്ച് പിശാചിനെയാണ് ദെയ്യം ചെകുത്താൻ. മനുഷ്യൻ മനുഷ്യനായി പെരുമാറിയാൽ അത് പ്രശംസനീയമാണ്. താൻ യഥാർത്ഥത്തിലായിരിക്കുന്ന ദൈവത്തെപ്പോലെ മാധവൻ പെരുമാറിയാൽ അത് അഭിനന്ദനാർഹമാണ്. എന്നാൽ രാക്ഷസനെയോ മൃഗത്തെയോ പോലെ പെരുമാറുന്നത് നിന്ദ്യമാണ്. മനുഷ്യൻ പണ്ട് ധാതുവായി ജനിച്ച് ധാതുവായി മരിച്ചു. പിന്നീട് അവൻ വൃക്ഷമായി പ്രൊമോഷൻ നേടി. അവൻ പണ്ട് മരമായി ജനിച്ച് മരമായി മരിച്ചു. എന്നാൽ ആ പ്രക്രിയയിൽ അവന് മൃഗമായി പ്രൊമോഷൻ ലഭിച്ചു. ഇപ്പോൾ അവൻ മനുഷ്യൻ എന്ന പദവിയിലേക്ക് ഉയർന്നിരിക്കുന്നു. ഒരു തലത്തിൽ നിന്ന് മറ്റൊരു തലത്തിലേക്കുള്ള ഈ ഉയർച്ച ശാസ്ത്രവും ആത്മീയതയും അംഗീകരിച്ചിട്ടുള്ളതാണ്. മലയാള പരിഭാഷ. അനുഭവം. അയ്യോ, ഇപ്പോൾ അവൻ മനുഷ്യനായി ജനിച്ച് മനുഷ്യനായി തന്നെ മരിക്കുന്നു. മൃഗത്തിന്റെയോ മൃഗീയമായ ഒരസുരന്റെയോ തലത്തിലേക്ക് തരംതാഴുന്നത് അതിലും വലിയ നാണക്കേടാണ്. മനുഷ്യൻ ദിവ്യത്വത്തിലേക്ക് ഉയരുമ്പോൾ മാത്രമാണ് പ്രശംസയ്ക്ക് അർഹനാകുന്നത്. അതാണ് അവന്റെ വിധിയുടെ യഥാർത്ഥ സാക്ഷാത്കാരം. അതുകൊണ്ട് ദുർഗുണങ്ങളുമായുള്ള സമ്പർക്കം ഒഴിവാക്കുക, സദ്ഗുണങ്ങളോട് അനുരാഗം വളർത്തുക, ഹൃദയത്തെ ഭഗവാന്റെ ബലിപീഠമാക്കി മാറ്റുക, ആഗ്രഹങ്ങളുടെ എല്ലാ അങ്കുരങ്ങളെയും മുളകളെയും നശിപ്പിക്കുക. അപ്പോൾ നിങ്ങളുടെ അന്തഃക്കരണമാകുന്ന തടാകം, മാനസസരോവരം ഭഗവാൻ അനന്തശയനം നടത്തുന്ന വിശുദ്ധമായ പാലാഴിയായി ക്ഷീരസാഗരം മാറും. നിങ്ങളുടെ യഥാർത്ഥ ആത്മാവ് രാജഹംസത്തെപ്പോലെ ഹംസം ആ തടാകത്തിലെ ശാന്തമായ ജലാശയത്തിൽ ആനന്ദിക്കും. അങ്ങനെ രൂപാന്തരപ്പെടുമ്പോൾ അത് അനന്തമായ ആനന്ദം കണ്ടെത്തുകയും ചെയ്യും.
ദൈവത്തിന്റെ പരിധിയില്ലാത്ത മധുരനിർഭരമായ അമൃത് പാനം ചെയ്യുക. സമുദ്രത്തിലെ തുടർച്ചയായ തിരമാലകളുടെ തുടക്കം ആർക്കാണ് അടയാളപ്പെടുത്താൻ കഴിയുക? അത് അസാധ്യമായ ഒരു ദൗത്യമാണ്. ആളുകൾ അത് ചെയ്യാൻ തീരുമാനിക്കുകയാണെങ്കിൽ കണക്കുകൂട്ടൽ ആരംഭിച്ച തിരമാല അവരെ സംബന്ധിച്ചിടത്തോളം തുടക്കമായും കണക്കുകൂട്ടൽ അവസാനിപ്പിച്ച തിരമാല അവസാനമായും കണക്കാക്കപ്പെടുന്നു. എണ്ണുന്നതിന് തുടക്കവും ഒടുക്കവുമുണ്ട്, എന്നാൽ പ്രക്രിയയ്ക്ക് തുടക്കമോ ഒടുക്കമോ ഇല്ല. ആ അതിരുകളില്ലാത്ത വിസ്തൃതിയിൽ ആർക്കും ഒന്നും ദൃശ്യവൽക്കരിക്കാൻ കഴിയില്ല. ദൈവത്തിന്റെ മഹിമ തീരമില്ലാത്ത സമുദ്രമാണ്. ആളുകൾ അതിനെക്കുറിച്ച് വിവരിക്കാൻ തുടങ്ങുമ്പോൾ അത് അവരെ സംബന്ധിച്ചിടത്തോളം ആരംഭിക്കുന്നു. വിവരണം പൂർത്തിയാക്കുമ്പോൾ അത് അവരുടെ കാര്യത്തിൽ അവസാനവുമാകുന്നു. എന്നാൽ അവിടുത്തെ മഹിമസ്ഥലത്തിനും കാലത്തിനും അതീതമാണ്. ലളിതമായ മനസ്സുകൾ, പരിമിതമായ മനസ്സുകൾ മാത്രമേ ദൈവത്തിന്റെ മഹിമയ്ക്ക് തുടക്കവും ഒടുക്കവുമുണ്ടെന്ന് വാദിക്കൂ. അവൻ ലീലകളാടുന്ന ആ രംഗവേദിക്ക് അതിരുകളില്ല. അവിടുത്തെ ലീലകളുടെ കഥ മുഴുവൻ അമൃതമാണ്. അതിൽ വേറെയൊരു ഘടകമോ വേറെയൊരു രുചിയോ വേറെയൊരു ഉള്ളടക്കമോ ഇല്ല. ആ അമൃതസമുദ്രത്തിന്റെ ഏതു ഭാഗത്തുനിന്നും ആർക്കും വയറുനിറയെ പാനം ചെയ്യാം. അതേ മധുരം എല്ലായിടത്തും ഓരോ കണികയിലും നിലനിൽക്കുന്നു. ആ മധുരത്തെ കുറയ്ക്കുന്നതായി തരംതാണതൊന്നും അവിടെയില്ല. ദൈവത്തോടുള്ള സ്നേഹവും ദൈവത്തിനുവേണ്ടിയുള്ള സ്നേഹവും ഒരുപോലെ നിത്യമധുരവും പരിശുദ്ധവുമാണ്. അത് സ്വീകരിക്കുന്നതിനോ പ്രാപിക്കുന്നതിനോ നിങ്ങൾ ഏത് രീതി ഉപയോഗിച്ചാലും ശരി. അത്തരം സ്നേഹം പരിശുദ്ധവും പ്രചോദനാത്മകവുമാണ്. പകലോ രാത്രിയോ ഏതു സമയത്ത് കഴിച്ചാലും പഞ്ചസാരയ്ക്ക് മധുരം തന്നെയാണ്. കാരണം രാവും പകലും അത് കഴിക്കുന്ന ആൾക്കാണ്, പഞ്ചസാരയ്ക്കല്ല. പഞ്ചസാര എപ്പോഴും ഒരുപോലെയാണ് പെരുമാറുന്നത്.